വിളയൂർ ചളമ്പ്രക്കുന്ന് സംരക്ഷണ സമിതിയുടെ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ചളമ്പ്രക്കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. വാർഡ് മെമ്പർ റംന ഷിഹാബ് അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും പിന്നീട് നമ്മൾ കണ്ടില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായി അതിന്റെ തുടർപ്രവർത്തനം എന്ന രീതിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ സംവിധാനത്തിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ അതിന്റെ കത്തുകൾ വരുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പൊ അന്ന് നമ്മൾ യോഗം ചേർന്നപ്പോൾ യോഗം ചേർന്ന ഒരു മൂന്നാമത്തെ നാലാമത്തെ ദിവസം ഞാൻ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രസിഡന്റ് എന്ന രീതിയിൽ നമ്മുടെ ജനങ്ങളുടെ ആശങ്ക നമ്മുടെ കളക്ടറേറ്റും അതുപോലെ തന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അറിയിക്കേണ്ടായി. അതിനുശേഷം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്ത് ഗ്രാമപഞ്ചായത്തിന്റെ റെസൊല്യൂഷനും നമ്മുടെ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് അയക്കുകയുണ്ടായി. പിന്നീട് അതിന്റെ നടപടിക്രമങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ കോവിഡ് സംബന്ധമായി അതിൽ ചെയ്യുന്ന ആളുകൾ എക്സ്പ്ലോസീവ് ലൈസൻസിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ടുള്ള കത്ത് പഞ്ചായത്ത് ഓഫീസിൽ ലഭിച്ചത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അതിന്റെ കത്ത് ലഭിച്ചപ്പോൾ തന്നെ നമ്മുടെ വിശദമായ കാര്യങ്ങളോടുകൂടി പഠിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ, നമ്മുടെ നാട്ടുകാരായ ആളുകളൊക്കെ ചേർന്ന് ഈ പദ്ധതി വരും എന്ന് പറയുന്ന സ്ഥലം നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. അന്ന് നമ്മൾ അതിൻ്റെ ആശങ്കകളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ടായി. പറയാവുന്ന ആളുകളോടും വേദികളിലൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ടാണ് എക്സ്പ്ലോസീവിന്റെ ലൈസൻസിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ ADM ആണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ലെറ്റർ അയച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും അടുത്ത ഭരണസമിതി യോഗത്തിലേക്ക് അതിന്റെ ആയിട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പോകുമ്പോൾ തന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ ഈ പ്രദേശത്തുള്ള പരിസരവാസികളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസ്, അത് പല പൊതു ഇടങ്ങളിലൊക്കെ ആ നോട്ടീസ് അറിയിപ്പായിട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ പരിസര പ്രദേശവാസികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി നൽകുന്നതിന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഫരീദ ടീച്ചർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹുസൈൻ കണ്ടെങ്കാവ്, MT അമീർ, ബ്ലോക്ക് മെമ്പർ VM മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ TP റാഫി, ഗോപാലൻ, റിയാസ്, നാസർ മാസ്റ്റർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സജികുമാർ, മണികണ്ഠൻ, രാജൻ പുന്നശ്ശേരി, ഷറഫുദ്ദീൻ, ബാബുരാജ്, നൌഷാദ്, മണികണ്ഠൻ, സേതുമാധവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ ചെയർമാനായും രാജൻ പുന്നശ്ശേരി കൺവീനറായുമുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. SG നഗർ, മലപ്പുറം കുന്ന്, എടപ്പലം പ്രദേശങ്ങളെ ബാധിക്കുന്ന കോറിയുടെ പ്രവർത്തനം തുടങ്ങരുതെന്നും അനുവാദം നൽകരുതെന്നും ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്നും യോഗം തീരുമാനിച്ചു. എല്ലാ രാഷ്ട്രീയ സംഘടന എല്ലാവരും പങ്കെടുത്തത് വളരെ സന്തോഷമുണ്ട്. നാട്ടുകാരെന്ന രീതിയിൽ അതിന് ഭയങ്കര ഒരു സന്തോഷം, അഭിമാനമുണ്ട്. കാരണം നമ്മൾ വെളൂർ പഞ്ചായത്തിന്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ വേർതിരിവോ കാര്യങ്ങളോ കാണിക്കാണ്ട് എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം പങ്കെടുത്തിട്ടുണ്ട്. അത് നാട്ടുകാരെ എന്ന രീതിയിലും ചളമ്പ്രക്കുന്നിനെ താഴെ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇത് ഇവിടെ 99% ആർക്കും അറിയില്ല. കാരണം ഇതിൽ നമ്മുടെ അരിതാത്ത ഈ വ്യക്തിയുടെ വീട്ടില് ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വ്യക്തി പഴയ സ്ഥലം വന്ന് കാണിച്ചു തന്നു. തൂർത്ത സ്ഥലം, ഇപ്പൊ കമ്പനിയുടെ കയ്യിലുള്ള സ്ഥലം എന്ന് പറഞ്ഞതിന്റെ പഴയ വ്യക്തി ഇന്ത്യക്കാരാണ് കൂരാച്ചുള്ളത്. അദ്ദേഹം ഈ ഹരിദാസന്റെ വീട്ടിൽ പോവുകയും അവിടുത്തെ ഹരിദാസന്റെ വൈദ്യരോട് പറഞ്ഞു, മറ്റേ നിങ്ങൾ വിചാരിക്കണമായിരുന്ന ടീം എല്ലാവര് മറ്റേ ഗുണ്ടകളാണ്, മറ്റേ എല്ലാവരും ചിലപ്പോൾ ചെറിയ വീടുണ്ടാവും, ചെറിക്കണ്ട കാര്യം പറയുന്നത്
ഗുണ്ടകളാണ് ഇവിടെ വരുന്നത്. അപ്പോ നിങ്ങള് മാറി കൊടുക്കാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച മാറില്ല, കയ്യുമ്പോ വലിയ ചങ്ങല എന്തൊക്കെ പറഞ്ഞത്, ചങ്ങല എന്തൊക്കെ ഉണ്ട് ഇത്ര, അങ്ങനെയുള്ള ടീമുകളാണ്. അപ്പൊ മാറി കൊടുക്കാൻ നല്ലത് ഭീഷണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ കൂടെ. അപ്പോ ഇത് പഞ്ചായത്ത് നില ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പരിസരത്തുള്ള സ്കൂളുകൾക്കും അംഗനവാടികൾക്കും സ്ഥാപനങ്ങൾക്കും അടക്കം ക്വാറി ഭീഷണിയാണെന്നും അതിനാൽ ക്വാറിക്ക് അനുവാദം നൽകരുതെന്നും അധികൃതരുടെ മുൻപാകെ ബോധ്യപ്പെടുത്തുന്നതിന് പ്രതിനിധി സംഘത്തെ അയക്കാനും യോഗം തീരുമാനിച്ചു. കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.